സോ നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു DNA ഐസൊലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഐസൊലേറ്റ് ചെയ്ത DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കതിനെ വെക്റ്റർ DNA അതുപോലെ ചെയ്തിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് രണ്ടിനെയും കൂടി DNA ലൈഗേസ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റീകോമ്പിനന്റ് DNA ആയിട്ട് മാറി. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR വഴി നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആംപ്ലിഫൈ ചെയ്യുക. സോ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുക എന്നർത്ഥം. അതിന് സഹായിക്കുന്നതാണ് PCR. സോ PCR എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. സോ PCR എന്ന് പറഞ്ഞാൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. സോ PCRലൂടെ നമ്മൾ വിചാരിക്കുന്ന ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആംപ്ലിഫൈ ചെയ്തെടുക്കുക, അതിൻ്റെ മാക്സിമം മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് RDNA റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ PCR എന്ന് പറഞ്ഞാൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആണ്. അതുവഴി മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ അഥവാ DNA ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ഓഫ് ഇൻട്രസ്റ്റ് അഥവാ ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ഇൻ വിട്രോ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ PCRലൂടെ നമ്മൾ ഇൻ വിട്രോ ആർട്ടിഫിഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ DNA ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ അതിന് വേണ്ടത് നമുക്ക് PCR വർക്ക് ചെയ്യുന്ന PCRന് വേണ്ടി ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന DNA ഓഫ് ഇൻട്രസ്റ്റ് അഥവാ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് സെറ്റ് ഓഫ് പ്രൈമേഴ്സ് യൂസിങ് എ സെറ്റ് ഓഫ് പ്രൈമർ. പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാണ്. പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള കെമിക്കലി സിന്തസൈസ് ചെയ്തിട്ടുള്ള ഒലിഗോന്യൂക്ലിയോടൈഡുകളാണ്. സോ പ്രൈമർ എന്ന് പറഞ്ഞാൽ ചെറിയ കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒലിഗോന്യൂക്ലിയോടൈഡുകളാണ്. ആ ഒലിഗോന്യൂക്ലിയോടൈഡുകൾ കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻസ് ഓഫ് DNA, നമ്മുടെ ടെംപ്ലേറ്റ് DNA അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒലിഗോന്യൂക്ലിയോടൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമർ. അങ്ങനത്തെ സെറ്റ് ഓഫ് രണ്ട് പ്രൈമറുകൾ, നമ്മുടെ DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഈ രണ്ട് സ്റ്റാൻഡിലേക്കും വന്ന് ബൈൻഡ് ചെയ്യാൻ പാകത്തിനുള്ള രണ്ട് പ്രൈമറുകൾ, അതുകൊണ്ട് സെറ്റ് ഓഫ് പ്രൈമർ നമുക്ക് ആവശ്യമാണ്. സോ പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കെമിക്കലി സിന്തസൈസ് ആയിട്ടുള്ള ചെറിയ കെമിക്കലി സിന്തസൈസ് ചെയ്തെടുത്ത ഒലിഗോന്യൂക്ലിയോടൈഡുകളാണ്. ആ ഒലിഗോന്യൂക്ലിയോടൈഡുകൾ കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻസ് ഓഫ് DNAയുടെ റീജിയൻസുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളാണ് പ്രൈമറുകൾ. പ്ലസ് നമുക്ക് വേണ്ടത് DNA പോളിമറൈസ് എൻസൈമാണ്. സോ പോളിമറൈസ് ചെയിൻ റിയാക്ഷന് വേണ്ടത് പ്രൈമറുകൾ, സെറ്റ് ഓഫ് പ്രൈമറുകളും DNA പോളിമറൈസ് എൻസൈമുകളും വേണം. DNA പോളിമറൈസ് എൻസൈമിൻ്റെ ഡ്യൂട്ടി ദേ എക്സ്റ്റെൻഡ് ദ പ്രൈമർ. നമ്മളിപ്പോൾ കൊടുത്ത ആ കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒലിഗോന്യൂക്ലിയോടൈഡുകളെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ വേണ്ട എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം. സോ DNA പോളിമറൈസ് എൻസൈം എക്സ്റ്റെൻഡ് ദ പ്രൈമേഴ്സ് യൂസിങ് ന്യൂക്ലിയോടൈഡുകളെ വെച്ച് ഈ പ്രൈമറുകളെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ന്യൂക്ലിയോടൈഡ് പ്രൊവൈഡഡ് ഇൻ ദ റിയാക്ഷൻ, ആ റിയാക്ഷനിലുള്ള ന്യൂക്ലിയോടൈഡുകളെ വെച്ച് ആ പ്രൈമറുകളെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് ജീനോമിക് DNA ടെംപ്ലേറ്റ് ആക്കി എടുത്തുകൊണ്ട്, നമ്മുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സ് പോലെ തന്നെ. സോ ജീനോമിക് DNA ടെംപ്ലേറ്റ് ആക്കി എടുത്തുകൊണ്ട് ഈ പ്രൈമറുകൾ ന്യൂക്ലിയോടൈഡുകളെ റിയാക്ഷനിൽ പ്രൊവൈഡ് ചെയ്ത ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ട് ആ പ്രൈമറുകളെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പോളിമറൈസ് എൻസൈം അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ വേണ്ടത് സെറ്റ് ഓഫ് പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്, അത് DNA റീജിയൻസുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത്. അതുപോലെ DNA പോളിമറൈസ് എൻസൈം ഇപ്പോൾ കൊടുത്ത ഈ പ്രൈമറുകളെ എക്സ്റ്റെൻഡ് ചെയ്യും, ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് ജീനോമിക് DNA ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് പ്രൈമറുകളെ ആഡ് ചെയ്യാൻ പാകത്തിനുള്ള DNA പോളിമറൈസ് എൻസൈം. സോ നമുക്ക് എത്ര വട്ടം റെപ്ലിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം വട്ടം ഇത് റെപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇഫ് റെപ്ലിക്കേഷൻ പ്രോസസ്സ് റിപ്പീറ്റഡ്, നമ്മൾ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ, അതിൽ തന്നെ ഉണ്ട് ചെയിൻ റിയാക്ഷനാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര
വട്ടം റെപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളത് ഇരിക്കും. സോ ഇഫ് റെപ്ലിക്കേഷൻ പ്രോസസ് ഒരുപാട് ടൈം മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സെഗ്മെൻറ്റ് ഓഫ് DNA. നമ്മൾ ഏത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണോ കൊടുത്തത് ആ സെഗ്മെൻറ്റ് ഓഫ് DNA ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും ടു അപ്രോക്സിമേറ്റ്ലി ബില്യൺ ടൈംസ്. സോ എന്താണ് സംഭവിക്കുന്നത്? ഈ റെപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുത്ത സെഗ്മെൻറ്റ് ഓഫ് DNA മൾട്ടിപ്ലൈ ചെയ്യുന്നു ടു അപ്രോക്സിമേറ്റ്ലി ബില്യൺ ടൈംസ്. ഫോർ എക്സാമ്പിൾ 1 ബില്യൺ കോപ്പീസ് ഉണ്ടാകുന്നു. 1 ബില്യൺ കോപ്പീസ് ആർ മെയ്ഡ്. സോ ഇങ്ങനെ 1 ബില്യൺ കോപ്പീസ് ഉണ്ടാകണമെങ്കിൽ അവിടെ സഹായിക്കുന്ന ഒരു എൻസൈം, DNA പോളിമറൈസ് എൻസൈമിൻ്റെ പ്രത്യേകത, ആ DNA പോളിമറൈസ് എൻസൈം തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ആയിരിക്കും. അതായത് ആ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു DNA പോളിമറൈസ് എൻസൈം ആയിരിക്കും. സോ ആ DNA പോളിമറൈസ് എൻസൈം എന്തായിരിക്കും? തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം ആയിരിക്കും. ഇങ്ങനെ തെർമോസ്റ്റേബിൾ, ആ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ DNA പോളിമറൈസ് എൻസൈമിനെ നമുക്ക് കിട്ടുന്നത് ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ്. ആ ബാക്ടീരിയത്തിൻ്റെ പേരാണ് തെർമസ് അക്വാട്ടിക്കസ്. സോ തെർമസ് അക്വാട്ടിക്കസിൽ നിന്നാണ് ഈ പോളിമറൈസ് എൻസൈം ഐസൊലേറ്റഡ്. ടാക് പോളിമറൈസ് എന്ന് പറയുന്നു. സോ ഈ പേര് വെച്ചിട്ടാണ് TAQ. ഇതിലെ തെർമസ് അക്വാട്ടിക്കസ് വെച്ചിട്ടാണ് ഇതിലെ ടിയും ഇതിലെ AQ. സോ ടാക് പോളിമറൈസ് എൻസൈമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമറൈസ് എൻസൈം. ഒരുപാട് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ഹൈ ടെമ്പറേച്ചറാണ് നമ്മുടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സെപ്പറേറ്റ് ഡീനേച്ചർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിലേക്കാണ് നമ്മളിവിടെ പറഞ്ഞ സെറ്റ് ഓഫ് പ്രൈമേഴ്സ് വന്ന് ആഡ് ചെയ്യണേ. ആ പ്രൈമറുകളെ DNA ഈ പറഞ്ഞ പോളിമറൈസ് ടാക് പോളിമറൈസ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ആക്റ്റീവ് ഈ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് അത് എൻസൈം തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറഞ്ഞാൽ ടാക് പോളിമറൈസിൻ്റെ പ്രത്യേകത ദ ആക്റ്റീവ് ഡ്യൂറിങ് ഹൈ ടെമ്പറേച്ചർ. എത്ര ടെമ്പറേച്ചറിലും ഈ തെർമസ് അക്വാട്ടിക്കസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന DNA പോളിമറൈസ് എൻസൈം. ഫോർ എക്സാമ്പിൾ ടാക് പോളിമറൈസ് എൻസൈം ഒരുപാട് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അത് ഹൈലി ആക്റ്റീവാണ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. ആൻഡ് ആംപ്ലിഫൈഡ് ഫ്രാഗ്മെൻറ്റ്, ഇതുപോലെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ബില്യൺസ് കോപ്പീസ് ഉണ്ടാക്കിയ ആ DNA ഫ്രാഗ്മെൻറ്റിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഫ് ഡിസൈഡ് യൂസ് ടു ലൈഗേറ്റ് വിത്ത് എ വെക്ടർ, ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്തെടുത്ത മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കി എടുത്ത DNA ഫ്രാഗ്മെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യാം. എന്തിനു വേണ്ടി? ഫോർ ഫർദർ ക്ലോണിങ് എക്സ്പെരിമെൻറ്റ്. ഇനി ഒരു ക്ലോണിങ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്തെടുത്ത ആ DNA ഫ്രാഗ്മെൻറ്റിനെ നമുക്കൊരു വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈഗേറ്റ് വിത്ത് എ വെക്ടർ ഫോർ ഫർദർ ക്ലോണിങ്ങിൻ്റെ മറ്റ് സ്റ്റെപ്പുകൾക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സോ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന DNA ഓഫ് ഇൻട്രസ്റ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ആയിട്ട് മാറുന്നു.